ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, നല്ല നാടൻ തേങ്ങാ ചമ്മന്തിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് വയ്ക്കാനായിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ട് തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരങ്ങിയത് 1 കപ്പിന് അടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ ചെറിയ കഷ്ണമാണ്. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി ആവശ്യത്തിന് എടുത്തോളൂ. പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 എണ്ണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. അതൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ അത്യാവശ്യം എരിവുള്ള ഉണക്കമുളക് തന്നെയാണ്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മാങ്ങ ഉണ്ടെങ്കിൽ, നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ ഒരു 2 കഷ്ണം ആ മാങ്ങ ചേർക്കുന്നതാണ് ഇതിനേക്കാളും നല്ലത്. പുളി ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് ഈ വെളിച്ചെണ്ണയിലൊന്ന് മൊരിയിച്ചിട്ട് നമ്മൾ ഈ ചമ്മന്തി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് അടിക്കാത്തത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയിട്ട് ഓഫ് ചെയ്യാം. അധികം അങ്ങ് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള പച്ചമുളകും ഉണക്കമുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതാ മുളക് ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് അരച്ചല്ല, ഒരുമാതിരി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആ ചെറിയ കഷ്ണം പുളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആ ഉള്ളിയുടെ ഇതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ കുറച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുമ്പോൾ ഒത്തിരി അങ്ങ് അരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചമ്മന്തിയുടെ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അരക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാണ് കറക്റ്റ് ആ ഒരു ചമ്മന്തിയുടെ പരുവം. നമ്മളൊട്ടും വെള്ളം ചേർത്തില്ലെങ്കിൽ ആ ഒരു നല്ലൊരു രീതിയിലാണ് കിട്ടുക. ആ ഒരു ഉള്ളിയുടെ ഇതുകൊണ്ടൊക്കെ നന്നായിട്ട് അരക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ എന്നുള്ള രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റുമാണ്. വെറുതെ നമ്മൾ അരക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ രീതിയിലുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോളാക്കി പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും കേട്ടോ ചമ്മന്തി ലാസ്റ്റ് ഉണ്ടാവുക. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടി ഊണയിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്